കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. അവിടുത്തെ കൃപയും സാന്നിധ്യവും എല്ലാ ദിവസവും നമ്മളുടെ കൂടെയുണ്ട്. ഭയങ്കരവും അതിശയമായി അവിടെ നമ്മളെ സൃഷ്ടിച്ചിരിക്കാതെ സ്തോത്രം ചെയ്യാം. ആരംഭത്തിങ്കിൽ തന്നെ അവസാനം അറിയുന്ന, പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളത് അറിയിക്കുന്ന ദൈവം നമ്മുടെ ദൈവം മാത്രമാണ്. നമ്മുടെ ആദ്യം മാത്രമല്ല, അവസാനം വരെ അവിടത്തേക്ക് അറിയാം. മറ്റൊരു വ്യക്തിക്ക് അതറിയാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ സഹോദരങ്ങളെ പിന്നെ എന്തിനാ ഭയപ്പെടുന്നത്? നാളെ ഓർത്താരും നിരാശപ്പെടേണ്ട. ഇന്നലകളിൽ നടത്തിയവൻ ഇന്നും നടത്തും, ബലാലും നടത്തും. പൗലോസ് പറഞ്ഞ ഞങ്ങൾ ആ കർത്താവിൽ ആശ്രയിച്ചിരിക്കുന്നു. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് വിടുവിച്ചവൻ ഇന്നും ബലാലും ഞങ്ങളെ വിട്ടുവയ്ക്കും എന്ന ആ കർത്താവിൽ ആശ്രയിച്ചിരിക്കുന്നു. എപ്പോഴാണെന്നറിയാം, ജീവനോടിരിക്കുമോ എന്ന് പോലും ചിന്തിക്കുവാൻ കഴിയാതെ വണ്ണം പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ ആഞ്ഞടിച്ചപ്പോഴും കർത്താവിൽ പ്രത്യാശ വെച്ചു. വിടുവിക്കാൻ കഴിവുള്ളവൻ, രക്ഷിക്കാൻ കഴിവുള്ളവൻ, ഇറങ്ങി വരാൻ കഴിവുള്ളവൻ. ആ ദൈവത്തിൽ പ്രത്യാശ വെക്കുമ്പോൾ നമ്മുടെ സകല ഭയങ്ങളും മാറുകയാണ്. നിരാശകളൊക്കെ പ്രത്യാശയെ മാറും. സ്തോത്രം. യഹോവയാഹിൽ ശാശ്വതമായൊരു പാറയുണ്ട്. മാറാത്ത പാറ, യുവങ്ങളുടെ പാറ ഇന്നും നമുക്ക് വേണ്ടിയുണ്ട്. എത്രയോ തവണ ലോകം നമ്മൾ പരാജയപ്പെട്ടെന്ന് പറഞ്ഞപ്പോഴും ഞാൻ വീണുവെങ്കിലും വീണ്ടും എഴുന്നേൽക്കും. ഇരട്ടത്തിരുന്നാലും എൻ്റെ ദൈവമായ യഹോവ എന്നെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മറന്നുപോകും. വെളിച്ചത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന ഒരു ദൈവം, എഴുന്നേൽപ്പിക്കുന്ന ദൈവം, നടത്തുന്ന ദൈവം, ശബ്ദം കേൾപ്പിക്കുന്ന ദൈവം നമ്മുടെ ദൈവമാണ്. എല്ലാവരും നന്ദിയോടെ ആ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എഴുന്നേറ്റ് പ്രകാശിക്കുക. അതിൻ്റെ പ്രകാശം വരുമെന്നല്ല, വന്നിരിക്കുന്നു. അപ്പോൾ എഴുന്നേൽക്കണം. ഇരിക്കുന്നിടത്തുനിന്നും കിടക്കുന്നിടത്തുനിന്നും ഒക്കെ എഴുന്നേൽക്കണം. എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ നിരാശപ്പെട്ട് കിടക്കാതെ എഴുന്നേൽക്കണം. എന്നിട്ട് നമ്മളകത്തുള്ള വെളിച്ചം പ്രകാശിപ്പിക്കണം. ഇതിൻ്റെ പ്രകാശം വരുമെന്നല്ല, വന്നിരിക്കുന്നു. നാളെയല്ല, ഇപ്പോൾ തന്നെ ദൈവസാന്നിധ്യം നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നത് ഒന്ന് വെളിപ്പെട്ട് വരട്ടെ. എന്നിട്ട് പറയുന്നു, അന്ധകാരം ഭൂമിയെ കൂട്ടുജാതികളെ മൂടുമ്പോൾ നമ്മുടെ മേൽ അതൊന്നും മൂടത്തില്ല. നമ്മുടെ മേൽ ഉദിച്ചിരിക്കുന്നത് യഹോവയുടെ തേജസ്സാണ്. ആ ദൈവസാന്നിധ്യം ഇന്ന് പകൽ നമ്മുടെ മേൽ ഉദിച്ചിട്ടുണ്ടെങ്കിൽ, ഇരുളിലും അന്ധതമസ്സിനും ഇരുന്നവരുടെ മേലെ ഉദയം പ്രകാശിച്ചതുപോലെ, അവരുടെ കാലുകളെ സമാധാന മാർഗത്തിലാക്കിയതുപോലെ, ദൈവ തേജസ് ഇന്നും പകൽ തൻ്റെ ജനത്തിനു വേണ്ടി വെളിപ്പെടുകയാണ്. കാലുകളെ സമാധാന മാർഗത്തിലാക്കാൻ, ഗമനത്തെ സ്ഥിരമാക്കാൻ, ഇരുളിനെയും മരണത്തെയും മാറ്റാൻ ആ ഉദയം നമ്മുടെ മേൽ ഉദിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ആ തേജസ്സിനാൽ നമുക്ക് നിറയാം. ദൈവങ്ങളുടെ ആഴങ്ങളിലേക്ക് നമുക്ക് എത്താനിടയായി തീരണം. ദൈവം നമുക്ക് ഉദാഹരണങ്ങളുടെ ദൈവമാണ്. സഹോദരങ്ങളെ, നമ്മളെ കഴിയത്തില്ല എന്ന് പറയുന്ന സകല വിഷയങ്ങളിൽ നിന്നും നമ്മളെ ഉച്ചരിച്ച് പുറത്തു കൊണ്ടുവരുന്ന ദൈവം. നീക്കുപോക്കുകൾ നൽകേണ്ടിടത്ത് നീക്കുപോക്കുകൾ നൽകി സങ്കേതമായി ബലമായി അവിടുന്ന് ഇറങ്ങി വരും. അതുകൊണ്ടാണ് കൊരവുത്തന്മാർ പാടിയത്, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ്. കഷ്ടങ്ങളിൽ അവിടുന്ന് തുണയെന്നല്ല, ഏറ്റവും അടുത്ത തുണയാണ്. ലോകത്തിലെ തുണകളൊക്കെ മാറ്റപ്പെടുമ്പോൾ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്തൊരു തുണയായ നമ്മുടെ ദൈവത്തെ കണ്ടുമുട്ടാൻ, നമ്മുടെ ജീവിതത്തിൽ നൽകിയ വലിയ ഭാഗ്യത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യണം.
മാനുഷിക തുണകളൊക്കെ മാറുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്ന പോലെ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. സ്തോത്രം. നമുക്ക് പറയാൻ കഴിയണം, കർത്താവാണ് എനിക്ക് തുണ, അതുകൊണ്ട് ഞാൻ പേടിക്കുകയില്ല. മനുഷ്യന് എന്നോട് അല്ലെങ്കിൽ ജഡത്തിന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? പ്രിയരെ, മറ്റൊരു ശക്തിക്കും നമ്മളെ തൊടാൻ കഴിയാതെ വണ്ണം കർത്താവ് എനിക്ക് തുണയാണ്. എൻ്റെ കുടുംബത്തിന് കർത്താവ് തുണയാണ്. സ്തോത്രം. യോബിൻ്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം സത്യമാണല്ലോ. നീ നിർമ്മലനും നേരുള്ളവനും എങ്കിൽ അവനിപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും. നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ യഥാസ്ഥാനത്താക്കും. ബാക്ക്ഗ്രൗണ്ടിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. 84-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് ശ്രദ്ധിക്കൂ. നേരോടെ നടക്കുന്നവർക്ക് അവിടുന്ന് ഒരു നന്മയ്ക്കും മുടക്കം വരുത്തില്ല. നമ്മുടെ ദൈവം നേരോടെ നടക്കൂ, വിശ്വസ്തയോടെ നടക്കൂ. സഹോദരങ്ങളെ, വിശുദ്ധിയോടെ നടക്കൂ. നമ്മുടെ നടപ്പ് യഹോവയുടെ ചുവടുകളിൽ തന്നെ ആയിരിക്കട്ടെ. 15-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ എല്ലായിടത്തും നടന്നിട്ട് അയച്ചയുടെ ഒരു ദിവസം കർത്താവിൻ്റെ ചുവടുകളിലല്ല, നമ്മുടെ നടപ്പ് കർത്താവിൻ്റെ ചുവടിലായിരിക്കണം. നമ്മൾ വായിച്ചത് നേരുള്ളവൻ, നിർമ്മലൻ. നമ്മൾ സത്യസന്ധതയോടെ വിശ്വസ്തയോടെ ദൈവത്തിന് നേരോടെ നടക്കാൻ, വിശ്വസ്തയോടെ നടക്കാൻ, പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോകാൻ, ആരാധിക്കാൻ തയ്യാറായാൽ ദൈവം നിനക്ക് വേണ്ടി ഉണർന്നു വരും. എന്നുവെച്ചാൽ ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കും, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, വിശ്വസ്തരായിരിക്കുക, ആത്മീയരായിരിക്കുക, പ്രാർത്ഥനാ മനുഷ്യനാകുക. ഒന്നുകൂടി പറഞ്ഞാൽ ദൈവത്തിൻ്റെ മനുഷ്യനാകുക. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളൂ, അത് വിട്ടോടണം. വിടേണ്ടതെല്ലാം വിട്ട് ആത്മശക്തിയോടെ നിങ്ങൾ മുൻപോട്ട് വന്നാൽ പരിശുദ്ധാത്മാവിൽ ഇന്ന് പ്രഭാതത്തിൽ നമ്മളെ കുറിച്ച് പറയാനുള്ളത്, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഉണർന്നു വരും, ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കും. നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, അഭിഷക്തന്മാരെ നിങ്ങൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ദൈവം ഉണരും. കേട്ടോ, കൊടുങ്കാറ്റ് എത്ര ശക്തമായി ആഞ്ഞടിക്കട്ടെ, തിരകൾ ആ പടകിനകത്തായിട്ട് കയറട്ടെ, മുങ്ങത്തില്ല. കാരണം കർത്താവ് എഴുന്നേറ്റ് വരും, ഉണരും. കർത്താവ് എഴുന്നേറ്റാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ദൈവം ഉണർന്നു വന്നാൽ, ദൈവം എഴുന്നേറ്റാൽ, ദൈവം കമാൻഡ് ചെയ്താൽ തിരകൾ അടങ്ങും. കേട്ടോ, അതിൻ്റെ അർത്ഥം ആ കാറ്റുകൾ ശാസിക്കപ്പെടാൻ പോകുകയാണ്. നാളുകളായി അടിച്ചുയരുന്ന ചില കാറ്റുകളെ തകർക്കാൻ, അതിനെ അമർത്താൻ, ചില തിരകളെ അമർത്താൻ എൻ്റെ കർത്താവ് ഉണരാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ വിഷയത്തെ തൊടാൻ എൻ്റെ കർത്താവ് എഴുന്നേറ്റ് വരാൻ പോകുകയാണ്. നിങ്ങളെ ഭ്രമിപ്പിക്കുന്ന ആ ധൈര്യത്തെ ചോർത്തിക്കളയുന്ന, നിങ്ങളുടെ മൈൻഡ് സെറ്റുകളെ ഇടിച്ച, ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തുന്ന, അസ്വസ്ഥമാക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ വിളിച്ചു പറ, കർത്താവ് ഉണരാൻ പോകുകയാണ്. കർത്താവ് എഴുന്നേറ്റ് വരാൻ പോകുകയാണ്. കർത്താവ് പ്രവർത്തിക്കാൻ പോകുകയാണ്. നോക്കൂ, ഇപ്പോൾ നിനക്ക് വേണ്ടി, ഇപ്പോൾ, അടുത്ത വർഷമല്ല, ഇന്ന് പകൽ പ്രാർത്ഥിക്കുക, കർത്താവ് ഇപ്പോൾ എൻ്റെ തലമുറയ്ക്ക് വേണ്ടി അങ്ങൊന്ന് എഴുന്നേറ്റ് വരണമേ, എൻ്റെ ശരീരത്തിന് വേണ്ടി ഒന്ന് എഴുന്നേറ്റ് വരണമേ, എൻ്റെ ഈ തകർച്ച മാറാൻ അങ്ങൊന്ന് എഴുന്നേറ്റ് വരണമേ, എൻ്റെ കുടുംബജീവിതത്തെ പണിയാൻ അങ്ങ് എഴുന്നേറ്റ് വരണമേ, ആരോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത എൻ്റെ വിഷയത്തെ തൊടാൻ അങ്ങൊന്ന് എഴുന്നേറ്റ് വരണം. ഇപ്പോൾ എത്ര പേർ വിശ്വസിക്കുന്നു സഹോദരങ്ങളെ? നാളുകൾ നിങ്ങൾ പരാജയപ്പെട്ടത്, ഇനി നടക്കത്തില്ലെന്ന് അകത്തളങ്ങളിൽ സംശയിക്കുന്നത്, അതിനു വേണ്ടി കർത്താവ് ഇപ്പോൾ എഴുന്നേറ്റ് വരുമെന്ന്. ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കുമെന്ന് 12-ാം സങ്കീർത്തനം പറയുന്നത് പോലെ കർത്താവ് എഴുന്നേൽക്കുന്നു. ഇപ്പോൾ അടുത്ത ഭാഗം കൂടെ ഒന്ന് ശ്രദ്ധിക്കണമേ. നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ യഥാസ്ഥാനത്താക്കും, നിന്റെ കുടുംബത്തെ യഥാസ്ഥാനപ്പെടുത്താൻ, നിന്റെ തലമുറകളെ യഥാസ്ഥാനപ്പെടുത്താൻ, നിന്റെ പ്രാർത്ഥന യഥാസ്ഥാനപ്പെടുത്താൻ, ആരാധനയെ
മുടങ്ങിക്കിടക്കുന്ന ആത്മിക വിഷയത്തെ യഥാസ്ഥാനപ്പെടുത്താൻ, സ്റ്റെബിലിറ്റി ഇല്ലാത്ത നിന്റെ വിഷയത്തെ ഇന്ന് പകൽ യഥാസ്ഥാനത്ത് കൊണ്ടുവരാൻ ഞങ്ങളുടെ രക്ഷപ്പെടേണ്ട തിരുമുഖം പ്രകാശിപ്പിക്കണമെന്ന് പറ. ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമെന്ന് പറ. കർത്താവ് യഥാസ്ഥാനപ്പെടുത്താൻ പോകുക. യേശു നിങ്ങളെ ഉറപ്പിക്കാൻ പോകുക. പരിശുദ്ധാത്മാ ടച്ച് ചെയ്യുന്ന പകൽക്കാലമാ. ഏത് വിഷയമാകട്ടെ അതിനെല്ലാം ദൈവദാസ്ഥാനപ്പെടുത്തുക. ഓർഡർ തെറ്റിക്കിടക്കുന്നതിനെല്ലാം ദൈവദാസ്ഥാനപ്പെടുത്താൻ പോകുക. ട്രാക്ക് തെറ്റിപ്പോയതിനെ ദൈവദാസ്ഥാനത്തെ കൊണ്ടുവരാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ ഡിസോർഡറായ സകല വിഷയങ്ങളും ഇന്ന് പകൽ യഥാസ്ഥാനത്താകുക. യേശുവിൻ്റെ നാമത്തിൽ സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വചനത്തിൻ്റെ ശക്തി ജനത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. ഞങ്ങൾ നിഷ്കളങ്കതയോടെ, നേരോടെ, നിർമ്മലതയോടെ നടക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ട്. വീര്യം പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞങ്ങളുടെ വിഷയത്തെ യഥാസ്ഥാനപ്പെടുത്തുന്ന അങ്ങയുടെ കരത്തിൻ്റെ വല്ലഭത്വം നസറ യേശുവിൻ്റെ നാമത്തിൽ ഇന്നു പകൽ വ്യാപരിക്കട്ടെ. സകല തടസ്സങ്ങളും മാറട്ടെ. ജനത്തെ ഭ്രമിപ്പിക്കുന്ന, അവരെ സ്വസ്ഥതയെ കെടുത്തുന്ന ചില കൊടുങ്കാറ്റുകൾ ഇന്ന് പകൽ ശാസിക്കപ്പെടുന്നതിൻ്റെ സ്തോത്രം. ജനം യഥാസ്ഥാനത്താകട്ടെ. അവർ വിഷയങ്ങൾ യഥാസ്ഥാനത്താകട്ടെ. എഫ്രയും മനുഷ്യരെയും ബെന്യാമിനും കാണുക നിങ്ങളുടെ വീര്യമുള്ള ഭുജം വെളിപ്പെടുത്തുന്ന പ്രാർത്ഥിച്ചതുപോലെ പലർ കാണുക ഞങ്ങളുടെ ഭുജം ഇന്ന് പകൽ ഈ ജനത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. അവർ തലമുറയുടെ വ്യാപരിക്കട്ടെ. ഇപ്പോൾ ചില തലമുറകൾക്ക് വേണ്ടി ദൈവം എഴുന്നേറ്റ് വരും. നാളുകൾ അടയ്ക്കപ്പെട്ട ചില വിഷയങ്ങൾ, ഒതുക്കപ്പെട്ട ഭയം കൊണ്ടൊന്നിൻ്റെ ഒതുക്കിയത് യേശുവിൻ്റെ നാമത്തിൽ പൂട്ടുക. യേശുവിൻ നാമത്തിൽ കർത്താവ് ജനം വിടുവിക്കപ്പെടുന്നതിന് സ്തോത്രം. ആത്മാവിൽ അവർ കൂതിക്കട്ടെ. എല്ലാം യഥാസ്ഥാനപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ വിടുതലുകൾ വ്യാപരിക്കട്ടെ. സൗഖ്യം വ്യാപരിക്കട്ടെ. ബലം വ്യാപരിക്കട്ടെ. നിങ്ങളുടെ ശക്തി ഇറങ്ങട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കുക. സ്തോത്രം. സകല മഹത്വവും അവിടുത്തെ പാദപീഠത്തിൽ മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, കർത്താവ് തൻ്റെ ജനത്തിനു വേണ്ടി ഇപ്പോൾ എഴുന്നേൽക്കും. വിശ്വസിക്കുന്ന ആമേൻ പറയൂ. ഈ വചനങ്ങളുടെ സഹായകരുടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രസ്പിറ്റുമെന്റ്